മംഗളവാർത്തയിൽ രൂപപ്പെട്ട ഹൃദയത്തുടിപ്പ് മുതൽ കാൽവരിയിലെ ചിതർത്തെറിച്ച മാംസകഷ്ണത്തിലേക്ക് അത്ര ചെറുതല്ലാത്തൊരു ദൂരമുണ്ട്. റോമാക്കാർ തങ്ങളുടെ പടയോട്ടങ്ങൾക്കിടയിൽ പിടിച്ചടക്കിയ നാടുകളിൽ സമാധാനം സ്ഥാപിക്കാനെന്ന് പറഞ്ഞ് പേർഷ്യക്കാരിൽ നിന്ന് കടം കൊണ്ട കഴുമരമാണ് കുരിശ്. കുറ്റവാളിയുടെ രക്തം ഭൂമി വീണ ഭൂമി ശപിക്കപ്പെട്ടതാകുമെന്ന സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒന്ന്. ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ നൈർമല്യത്തിന്റെ അവസാന വാക്കായ ഈശോയും കഠിന ശിക്ഷയുടെ കഴുമരമായ കുരിശും. ഒരിക്കലും ചേരുംപടി ചേരാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ എനിക്കും നിനക്കും വേണ്ടി ഒന്നായത്. നെടുകനെയും കുറുകനെയും കെട്ടിയ രണ്ട് തടിക്കഷ്ണം മാത്രമല്ല കുരിശ്. ക്രോസ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നൊരു പ്രയോഗമുണ്ട്. എന്റെയും നിന്റെയും ദുഃഖത്തിന്റെ സമുച്ചയം. ഗർഭപാത്രത്തിലെ സംശയിക്കപ്പെട്ട കുഞ്ഞു മുതൽ ഈ ഊരുതണ്ടി ഷണ്ടനാണോ എന്ന ചോദ്യം വരെ ഒരാൾ കടന്നുപോകേണ്ടി വരുന്ന എല്ലാ ദുഃഖങ്ങളും കുരിശിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തെക്കാൾ അരക്ഷിതമായൊരു ജീവിതം അവനും ജീവിച്ചിട്ടുണ്ട്. കാലത്തൊഴുത്തിലെ പഞ്ഞ മുതൽ കാൽവരിയിൽ പെറ്റമ്മയുടെ മുമ്പിൽ കൈത്തലം കൊണ്ടുപോലും നാണം മറയ്ക്കാൻ പറ്റാതെ വായുവിൽ തൂങ്ങി സ്വന്തം തോളിൽ തലചായ്ച്ച് മരിക്കേണ്ടി വന്നൊരു ദൈവത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെല്ലാം അവൻ സഹിച്ചത് നിനക്ക് വേണ്ടി മാത്രമാ. അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന നിന്റെ ചിന്തയ്ക്കുത്തരം കുരിശിലെ ആ ഒറ്റമുറിവായി മാറിയ ദൈവത്തിലുണ്ട്. അവന് നിന്നെ മനസ്സിലാകും. അവന് മാത്രമേ നിന്നെ മനസ്സിലാകൂ. ആമേൻ.